ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്തൊക്കെ ന്യൂസല്ലേ വരുന്നത്. അപ്സര ഔട്ടായി, അപ്സരയുടെ ഹസ്ബൻഡ് പോസ്റ്റ് ഇട്ടു. പക്ഷേ അപ്സര ഔട്ടായിട്ടില്ല, റസ്മിൻ മാത്രമാണ് ഔട്ടായിട്ടുള്ളത്. അപ്സര വോട്ട് കുറവാണ്, അപ്സരയ്ക്കും ശ്രീധുവിനേക്കാളും വോട്ട് കുറവാണ് അപ്സരയ്ക്ക്. മേ ബി അടുത്ത സാറ്റർഡേ സൺഡേ എവിക്ഷൻ ഉണ്ടാവും അപ്സരയുടെ വോട്ടിനനുസരിച്ച്. ബിക്കോസ് നോമിനേഷൻ പോളിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം, ആ സെയിം പോളിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാരണം വോട്ടിനനുസരിച്ച് മേ ബി അപ്സര ഔട്ടാകാം. ആ ഒരു ഇതിൽ പുള്ളി ഇട്ട പോസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് അപ്സരയുടെ ഹസ്ബൻഡ് ഇട്ടു എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അപ്സര 100% ഇപ്പോൾ ഔട്ടായിട്ടില്ല. മേ ബി ഈ വീക്കെൻഡ് ഔട്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല. റസ്മിൻ മാത്രമാണ് ഔട്ടായിട്ടുള്ളത്. 101% റസ്മിൻ മാത്രമാണ് ഔട്ടായിട്ടുള്ളത്. ലാസ്റ്റ് വരെയും എനിക്കറിയാവുന്ന ന്യൂസാണ്, റസ്മിൻ മാത്രമാണ് ഔട്ടായിട്ടുള്ളത്. അപ്സര മേ ബി ഔട്ടാകാം അടുത്ത വീക്കെൻഡിൽ, അത് നമുക്കറിയില്ല. അപ്പോൾ അനുസരിച്ചാണ്. പിന്നെ എന്തൊക്കെ ന്യൂസല്ലേ വരുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയ. സിബിൻ ആര്യ ലൈവ്, ജാസ്മിൻ്റെ ഫാദർ കുറേ വാട്സപ്പ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ വൈ സിബിൻ അഗെയിൻ? എന്തുകൊണ്ട് സിബിൻ ഇത്ര ക്യൂരിയസ് ആയിട്ട് ജാസ്മിൻ ടാങ്കോയിലുണ്ടായിരുന്നോ എന്നൊക്കെ ജാസ്മിൻ്റെ എക്സ് ഫിയാൻസിയുടെ അടുത്ത് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? മനസ്സിലാകുന്നില്ല. അതൊക്കെ അറിഞ്ഞിട്ട് എന്താണ്? അത് അവരുടെ പേഴ്സണൽ, അവരുടെ എക്സുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പും. പക്ഷേ ആ മുന്നാന്ന് പറഞ്ഞ വ്യക്തി വളരെ ഡീസൻ്റായിട്ട് തോന്നി. അയാൾ ഇതുവരെ ആവശ്യമില്ലാതെ ഇത്രയും ബഹളമുണ്ടായിട്ടും ആവശ്യമില്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും അയച്ചിട്ടില്ല. ഇതാണ് അന്ന് നടന്നത് എന്ന് മാത്രം അയാൾ പറയുന്നുണ്ട്. അത് കുറച്ച് നീറ്റായിട്ട് തോന്നി. പിന്നെ സിബിൻ എന്തിന് പിന്നെയും ജാസ്മിനെ എടുത്തിടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിബിൻ ആകെ അവിടെ നിന്നത് 1.5 ആഴ്ചയോ മറ്റോ ആണ്. അവിടെ ആദ്യം മുതൽ അവസാനം വരെ ജാസ്മിൻ്റെ കൂടെ നിന്നവരും അവിടെ ഉണ്ട്, അവരെല്ലാം പുറത്ത് വന്നിട്ടവരും ഉണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താണ് ഈ മനുഷ്യനെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ സിബിൻ പറയുന്ന പോലെ സൈക്കിയാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നൊക്കെ പറയുന്നു. അത് ഇപ്പോൾ അവിടെ എത്രയോ പേര് കണ്ടിന്യൂ ചെയ്യുന്നു. പെൺപിള്ളേരുണ്ട്, ബോയ്സ് ഉണ്ട്, എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർക്കാർക്കും ഇല്ലാത്തൊരു പ്രശ്നം സിബിന് മാത്രം എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സിബിനോട് ഓൾറെഡി അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടാണ് സിബിനെ എടുത്ത് ബിഗ് ബോസിൽ ഇട്ടതെന്നുണ്ടെങ്കിൽ അത് വെളിയിൽ തീർത്താൽ പോരെ. ബിഗ് ബോസിൽ ഇട്ടിട്ട് തീർക്കേണ്ട കാര്യമില്ലല്ലോ. അത് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു 10-11 ദിവസം ബിഗ് ബോസിൽ നിന്ന സിബിന് ഇത്രയും സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ജയിച്ചിട്ട് വരുന്ന ആ കുട്ടിക്ക് ഇതിലും നല്ല റീച്ച് ഉണ്ടാവും. അപ്പോൾ സിബിൻ്റെയോ ആര്യയുടെയോ ഒന്നും സപ്പോർട്ട് ജാസ്മിന് ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജാസ്മിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ജാസ്മിൻ വളരെ ഇരുന്ന് ആലോചിച്ച് സ്റ്റഡി ചെയ്തിട്ട് സംസാരിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ജാസ്മിൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്കറിയത്തില്ല, ജാസ്മിൻ്റെ അച്ഛൻ അത്ര മണ്ടനാണോ ബിഗ് ബോസിൻ്റെ ക്രൂ ആയിട്ട് പുള്ളി വഴക്കിട്ടു എന്ന് പറയാൻ? ഒരിക്കലും അയാൾ അങ്ങനെ പറയില്ല. അത് മാത്രമല്ല, ബിഗ് ബോസിൻ്റെ ക്രൂവിനകത്ത് കയറാൻ പറ്റില്ല. അവരെ കൊണ്ട് ഒരു റൂമിലിരുത്തും, സീക്രട്ട് റൂമിലിരുത്തും. അവിടെ ഭയങ്കര ഇരുട്ടായിരിക്കും. അത് കഴിഞ്ഞ് അവരെ ഷോയ്ക്കകത്ത് കയറ്റിയിട്ട് അതിന് മുന്നേ കുറച്ച് കൗൺസിലിംഗ് ഉണ്ടാവും, ബ്രീഫിംഗ് ഉണ്ടാവും. ഈവൻ ലാലേട്ടന് പോലും ആ ഷോ തുടങ്ങുന്നതിന് മുന്നേ ബ്രീഫിംഗ് ഉണ്ട്, കണ്ടൻറ്റ് ബ്രീഫിംഗ്, സ്ക്രിപ്റ്റ് ബ്രീഫിംഗ് ഉണ്ട്. ബ്രീഫ് ചെയ്തിട്ടാണ് ലാലേട്ടൻ കയറുന്നത്. അതല്ലാതെ തന്നെ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് മൈക്കിൽ പുള്ളിക്ക് ഇങ്ങനെ ഓരോ ഹിൻഡ് അല്ലെങ്കിൽ ഓരോ ഓർഡർ കൊടുത്തോണ്ടേയിരിക്കും, ഇങ്ങനെ ചെയ്യണം. പിന്നെ റീടേക്ക് ഉണ്ട്. ഇതൊന്നും അറിയത്തില്ലാതെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. എന്തിനാണ് വെറുതെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ആ കുട്ടി വെളിയിൽ വന്നു കഴിഞ്ഞ് ഫേസ് ചെയ്യാൻ പോകുന്നത് കുറേ ബുള്ളിങ് ആയിരിക്കും. അത് അവോയ്ഡ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ ഹെർ ഫ്യൂച്ചർ ലൈഫ്. പിന്നെ അഫ്സൽ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അത് അവരുടെ പേഴ്സണൽ കോറാണ്. അത് പറയേണ്ട ആവശ്യം ആർക്കും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ വലിച്ചഴക്കുന്നതെന്ന് അറിയത്തില്ല. ചെന്നൈ എയർപോർട്ടിൽ കണ്ടു അവർ യാദൃശ്യമായിട്ട് കണ്ടു. വാട്ട് എവർ ഇറ്റ് മേ ബി അവരെ കാണാൻ വേണ്ടി തന്നെ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് അവരുടെ ജാസ്മിൻ്റെ അച്ഛനെ കണ്ടിട്ട് വന്നതായിരിക്കും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ കിട്ടിയ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ച് ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ഭയങ്കര മോശമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം ഇല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നേയില്ല. പിന്നെ സിബിൻ പറയുന്ന ഒരു വിഷയമാണ്, ബിഗ് ബോസിൻ്റെ ക്രൂവിൽ 1-2 പേർക്ക് സിബിനെ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത്. അവർക്ക് ഇഷ്ടമല്ലായിരുന്നുണ്ടെങ്കിൽ അകത്ത് കയറ്റാതിരിക്കാമായിരുന്നു. അകത്ത് കയറിക്കഴിഞ്ഞ് വെളിയിലിറങ്ങി അത് അക്സെപ്റ്റ് ചെയ്യൂ. പുറത്തിറങ്ങി വന്നു എന്നുള്ള അക്സെപ്റ്റ് ചെയ്യൂ. അതിന് വെറുതെ പുറത്ത് കിടന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ കൂടെ ആൾക്കാർക്ക് സംശയമാണ് തോന്നുന്നത്. നിങ്ങൾ ആദ്യം അതിനകത്ത് കയറി നല്ല പ്ലെയർ ആയിരുന്നു. പക്ഷേ സിബിൻ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? സിബിൻ സാബുവിന് ഈക്വൽ ആണെന്ന് വിചാരിച്ചാണ് കയറിയത്.
അല്ലെ മോഹൻലാലിൻ്റെ പഴയ പടത്തിലേക്ക് ഒരു ഹീറോ പരിവേഷത്തിൽ മനസ്സിൽ ഉൾക്കൊണ്ടാണ് കയറിയത്. പക്ഷേ സിബിൻ അങ്ങനെ കളിക്കാൻ പറ്റിയില്ല. സിബിൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഫെയില്യൂർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാതെ മാനസിക വിഭ്രാന്തി എന്നൊന്നും പറയാനേ പറ്റത്തില്ല. സിബിൻ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഫെയില്യൂർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം കാരണം ഉണ്ടാക്കി കൂട്ടിയ പ്രശ്നങ്ങളാണ് ഇത് മൊത്തം. അതിന് ജാസ്മിൻ കാരണമാണോ എനിക്കറിയത്തില്ല. അകത്ത് കയറി കഴിഞ്ഞ് നിങ്ങൾ കളിച്ചു, അതിന് ഒപ്പോസ് ചെയ്തു, രണ്ടുപേരും ഒപ്പോസ് ചെയ്ത് സംസാരിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് വെളിയിൽ വന്നു. പക്ഷേ എന്തിനാണ് കോർണർ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. പഴയ വൈഫിനുള്ള അടുത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ ഗേൾസും അങ്ങനല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ വളരെ പൂജയൊക്കെ അടിപൊളിയല്ലേ, നന്നായിട്ടല്ലേ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പിന്നെ അവരുടെ ഫാമിലിയെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. എന്തിനാണ് വെറുതെ ഇതിനകത്തുള്ള വലിയ കാര്യം എന്താണെന്നറിയോ? അവരൊക്കെ പഴയ കാലത്തെ മനുഷ്യരാണ്. ആ മനുഷ്യനൊരു അച്ഛനാണ്. അമ്മ പറയുന്ന വിഷമങ്ങളും മകൾക്കുണ്ടാകുന്ന വിഷമങ്ങളും എല്ലാം കേട്ടിട്ട് അങ്ങേർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ടെൻഷൻ കയറിയിട്ട് ആങ്സൈറ്റി കയറിയിട്ട് പുള്ളി പലയിടത്തും വിളിച്ച് ചോദിക്കുന്നല്ലേ, പലരും വിളിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ട് ടെൻഷനായിട്ട് പുള്ളി പ്രതികരിക്കുന്നു. അതിനെയൊക്കെ എടുത്തിട്ട് പക്ഷേ പുള്ളി ഫേമസ് ആയി കേട്ടോ. അതിനെയൊക്കെ എടുത്തിട്ട് അങ്ങ് അലക്കുക സോഷ്യൽ മീഡിയയിൽ. എത്ര പേര് ആ ഒരു ചെറിയ കണ്ടൻറ്റ് വെച്ച് എത്ര പേര് വിവി എന്ന് പറഞ്ഞിട്ട് ഒരു അഫ്സലിൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ധന്യ എടുത്ത വീഡിയോയിൽ എടുത്ത് വീണ്ടും ചെയ്തിരിക്കുന്നു. കണ്ടൻറ്റ് ഒന്നുമില്ല, വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം. ആ ഒരു ഫേസ് വെച്ചിട്ട് ജാസ്മിൻ ഒരു ഫേസ് വെച്ചിട്ട് എത്ര പേരാ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് നെഗറ്റീവ് പബ്ലിസിറ്റി പിന്നെ വിടാതെ പിന്തുടർന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ ഒരു ഇപ്പോൾ ജാസ്മിന് പുറത്തിറങ്ങും 2 ആഴ്ച 1.5 ആഴ്ച കൊണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ജാസ്മിൻ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ബെറ്റർ. റെസ്പോണ്ട് ചെയ്യാനിരുന്നാൽ പ്രശ്നമാകും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക. എന്തിനാണ് ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതെന്നറിയില്ല.